നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധി, നീ തുണി വിരിക്കാൻ വന്നാണോ? ഞാൻ സഹായിക്കാം. വേണ്ട. ഇങ്ങോട്ട് മാറി നിൽക്കും. പ്രണവ്, എന്റെ ബാത്റൂമിൽ ഹീറ്റർ വർക്ക് ആവുന്നില്ല. ഒന്ന് വന്ന് നോക്കാവോ? അല്ലത് ഇപ്പൊ തന്നെ വേണോ? വേണം, എനിക്കൊന്ന് കുളിക്കണായിരുന്നേ. ഞാൻ വരാം. ഇല്ലെന്നേ, അതൊക്കെ ഗൗതമിനോട് നമുക്ക് സംസാരിക്കാം. അല്ലാതെന്താ ചെയ്യാ? അത് പറഞ്ഞ പോലെയല്ല. അങ്ങനെയാണെ എന്താ കാര്യം? ശരിയെന്നേ, അവനൊന്ന് സുഖമായിക്കോട്ടെ. നോക്കാം. ഞാൻ അതെ, ഗൗതം അവിടെ ഉറങ്ങാം. ഈ സമയത്ത് നിധിയാ നിന്നെ വിളിച്ചു വരുത്തിയതെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ എളുപ്പമൊക്കെ. ഞാൻ ഏറ്റു മാഡം. മാഡം ചെന്ന് റെസ്റ്റ് എടുത്തോ. ബഹളം കേൾക്കുമ്പോൾ മാത്രം പുറത്തേക്ക് വന്നാൽ മതി. ശരി. നീയും നിന്റെ വീട്ടുകാരും എന്നെ തല്ലി. ദേഹം നോവിച്ചവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നിന്റെ മരണം കൊണ്ട് എല്ലാവരും ഞാൻ കരയിക്കും. നിധി എനിക്ക് സ്വന്തമാവണമെങ്കിൽ നീ ഇല്ലാതാവണം. അവളെ പേരുദോഷം കേൾപ്പിക്കാനല്ല ഞാൻ വന്നത്, നിന്നെ കൊല്ലാനാ. ഞാൻ പഠിച്ചത് ബികോമും TTC-യും. ചേച്ചിക്ക് അറിയാവുന്നത് പറഞ്ഞു തന്നാ മതി. ഏട്ടൻ നല്ല ഉറക്കമാണല്ലോ. ആന്റിബയോട്ടിക്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്നതല്ലേ, അതിന്റെ ക്ഷീണവും.
പാവ ഏട്ടൻ. ജീവിതത്തിൽ ഇന്നേ വരെ ഏട്ടൻ ഇത്രയും റെസ്റ്റ് എടുത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ റെസ്റ്റ് കഴിഞ്ഞ് നിന്റെ ഏട്ടൻ ഒരു കലക്ക് കലക്കും. ഇനി വാങ്ങാൻ പോകുന്നത് ഇന്റർനാഷണൽ അവാർഡുകളാവും. നീ നോക്കിക്കോ. ആ ചേച്ചി, ഞാൻ ഇതിവിടെ വെച്ചിട്ടുണ്ടേ. ചേച്ചിക്ക് റൂം ക്ലീൻ ചെയ്യണം എന്നല്ലേ പറഞ്ഞത്? എന്നാ തുടങ്ങിക്കോ. യാമിനി, നിനക്കെന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ ഇപ്പൊ തീർത്തരാം. വേണ്ട ചേച്ചി, വൈകിട്ട് മതി. വേണ്ട, സാർ ഉണർന്നിട്ടേ ഞാൻ റൂം ക്ലീൻ ചെയ്യുന്നുള്ളൂ. അതുവരെ ഫ്രീയാ. എങ്കിൽ ഞാൻ ബുക്ക് കൊണ്ടുവരാം. ഞാൻ നിന്റെ റൂമിലോട്ട് വരാം. ആ രണ്ടു തവണ നീ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇത്തവണ അതുണ്ടാവില്ല. തീർത്തിട്ടേ പോവും. എന്താ ഇവിടെ ഒരു ശബ്ദം? എടാ, എന്തിനാ ഇവിടെ വന്നത്? പോടാ ഇവിടുന്ന്. എന്താ നിധി ഇത്? നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്? വിളിക്കേ, എല്ലാവരെയും വിളിക്കേ. നിന്നെ ഉറക്കി കിടത്തിയിട്ട് ഇവളെന്നെ ഈ റൂമിലേക്ക് വിളിച്ചു കയറ്റിയത് എല്ലാവരും അറിയട്ടെ. എന്തൊരു ശബ്ദം? നോക്കാം. നിധി, അച്ഛാ, ആരുടെ ശബ്ദം കേട്ടല്ലോ? ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇനി ഗൗതമിന്റെ റൂമിൽ മറ്റാണോ? എന്താ ഏട്ടാ പ്രശ്നം? എന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ. വാ നോക്കാം. നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് പോയാ മതി. അവനെ വിടരുത്. അവനെന്നെ ആക്രമിച്ചു. ഇവനെ വിടാനോ? ഒരിക്കലുമില്ല. ഇവനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ. പറയടാ, നീ എന്തിനാ ഈ വീട്ടിലേക്ക് വന്നത്? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ നിധി, നീ വിളിച്ചിട്ടാ ഞാൻ വന്നെന്ന് ഇവരോട് തുറന്നു പറ. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. അനാവശ്യം പറയുന്നോടാ നായ. നിധി, പതുക്കെ തല്ലേ. ആരെങ്കിലും എന്നെ കണ്ടുപിടിച്ചാ അടി തരുന്നായിട്ട് ആക്ട് ചെയ്യുന്നല്ലേ നീ പറഞ്ഞ. ഈ തല്ല് എനിക്ക് വേദനിക്കുന്നു. നിധി ഒരിക്കലും നിന്നോട് അങ്ങനൊന്നും പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇവനെ കൊല്ലുകയാണ് വേണ്ടത്. എന്നെ നീ തൊട്ടുപോരുത്. നിധി വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഗൗതം സാർ ഉണർന്നുകൊണ്ട് ഇവളിപ്പോ വലിയ പതിവ്രത ചമയാ. കഴിഞ്ഞ 1 മണിക്കൂറായി ഞാനും നിധിയും ഒരുമിച്ച് ഗൗതം സാറിന്റെ റൂമിലുണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഇപ്പോഴാ റൂമിലേക്ക് വന്നത്. വന്നപ്പോ ഗൗതം സാറിനെ ഇവൻ ആക്രമിക്കുന്നതാ ഞാൻ കണ്ടത്. എന്തിനാണോ നിധി ഇങ്ങനെ കള്ളം പറയുന്നത്? നിന്റെ ഒപ്പം അവിടെ എന്നെ കണ്ടപ്പോ
ഗൗതം സാർ എന്നെയല്ല ആക്രമിച്ചത്. സ്വന്തം ഭാര്യ അരുതാത്ത വിധം കണ്ട ഏതൊരു പുരുഷനും സമനില തെറ്റും. ഗൗതമിനും അതേ പറ്റിയിട്ടുള്ളൂ. ഗൗതമിന് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. ഗൗതമിന്റെ സ്ഥാനത്ത് ഞാനായാലും പ്രതികരിക്കും. നമ്മള് ആരായിരുന്നാലും പ്രതികരിച്ചു പോവില്ലേ? ആ, നീയും വസു ഇവനും കൂടി നിധിയെ കുറ്റക്കാരിയാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ?